പ്രവർത്തിക്കുന്നവരെ ദൈവം മാനിക്കും. ഈ ലോകത്തിൽ ദരിദ്രരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കിയിരിക്കുകയാണ്. ദരിദ്രരോട് കൃപ കാട്ടുന്നവൻ അല്ലെങ്കിൽ ദയ ചെയ്യുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ആകയാൽ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരാകുവിൻ. ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളെ കണ്ട് നാമും അത് പ്രവർത്തിക്കുന്നവരായിരിക്കണം. നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. നാം നീതിപ്രവർത്തികൾ ഈ ലോകത്തിൽ എളിയവരോട് ചെയ്യണം. ദരിദ്രരോട് നാം കൃപ കാണിക്കണം. ദരിദ്രരോട് നാം ദയ കാണിക്കണം. എളിയവരോട് ദരിദ്രരോട് കൃപ കാണിക്കാതെ ദയ കാണിക്കാതെ നമ്മുടെ ഹൃദയം കഠിനമാകുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തോട് യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥമായി നാം പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണെങ്കിൽ, നല്ല പരിശുദ്ധാത്മാവിൽ നാം പൂർണ്ണമായി നിറഞ്ഞവരാണെങ്കിൽ നാം ഈ വക പ്രവർത്തികൾ ചെയ്യും. നമ്മുടെ ഹൃദയം കഠിനമാവുകയില്ല. കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നാം മാനസാന്തരപ്പെടും. നാം ദരിദ്രർക്ക് ഭിക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടിപ്പോയി. മനുഷ്യരാലുള്ള മാനം. നാം അത് രഹസ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പൂർണ്ണ പ്രതിഫലം ഈ ലോകത്തിലും തരും, വരുവാനുള്ള സ്വർഗരാജ്യത്തിൽ ലഭിക്കും. ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്താണ് ദൈവത്തെ നാം പ്രസാദിപ്പിക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ കണ്ടറിഞ്ഞു നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ സകല കാര്യത്തിലും നമുക്ക് മാതൃക തന്നിച്ചു പോകുന്നു. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവൻ തുറക്കും. എന്നാൽ യേശു കർത്താവ് തന്നോട് യാചിക്കുന്നവർക്കെല്ലാം നന്മകളും ചെയ്യുന്നു. കർത്താവ് നമുക്ക് മാതൃക തന്നതുപോലെ എളിയവർ, പാവപ്പെട്ടവർ നമ്മോട് യാചിക്കുമ്പോൾ അവർക്ക് നമ്മെ കൊണ്ട് ആകുന്നത് ചെയ്തു കൊടുക്കണം. എളിയവർക്കും പാവങ്ങൾക്കും നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ കഷ്ടകാലത്ത് ദൈവം നമുക്ക് നല്ല തുണയായിരിക്കും. ദൈവം നമ്മെ സഹായിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ നാം കൈ നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാവിധത്തിലും ദൈവം നമുക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. എളിയവരോട് കരുണ കാണിക്കുന്നവരെ രോഗശയ്യയിൽ ദൈവം താങ്ങുന്നു. അവർ രോഗികളായി തീരുമ്പോൾ ദൈവം സകല രോഗത്തെയും വിടുവിച്ച് അവരെ എഴുന്നേൽപ്പിക്കുന്നു. ദരിദ്രരോട് നാം കൃപ കാണിക്കുമ്പോൾ ദയ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നത്.